നോളൻ ഉൾപ്പെടെ പല സംവിധായകരും അല്ലെങ്കിൽ പല ഫിലിം മേക്കേഴ്സും എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഒറിജിനൽ വോയിസ് ആ സിനിമയിൽ വേണം. എന്താണ് ഒറിജിനൽ വോയിസ്? നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു സിനിമ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതായത് ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഫിലിം മേക്കർ വളരുന്നു. അയാൾക്ക് അയാളുടേതായിട്ടുള്ള സ്വതന്ത്രമായ അല്ലെങ്കിൽ വേറിട്ട ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകാം. അയാളുടെ അനുഭവം മറ്റുള്ളവരിൽ നിന്നും എല്ലാം വിഭിന്നമായിരിക്കും. അയാളുടെ പെർസ്പെക്റ്റീവിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം അതർ പേഴ്സൺസ് എക്സ്പീരിയൻസ്. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ റോയായിട്ട് നമ്മളുടെ അനുഭവവും കാര്യങ്ങളും പ്രേക്ഷകൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ലോകത്തിൽ എല്ലായിടത്തും കഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നടക്കുന്നത് ഏകദേശം ഒരേ പാറ്റേണിലാണ്. ചെറിയ ചില ഡിഫറൻസുകളേ ഉള്ളൂ. സാധാരണ വിശപ്പ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും, തീക്കരിയിൽ കൈ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിൻവലിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിനും അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ റോ എലമെൻറ്റ് നമ്മളുടെ ഓൺ എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ ചിലപ്പോൾ പ്രേക്ഷകൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ അത് വെറും ക്ലീഷയായിരിക്കും. ഇത് കുറച്ചും കൂടി നമ്മളൊന്ന് എക്സാമ്പിളൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു ശില്പി അയാൾ ഒരു കല്ല് ഇങ്ങനെ അടർത്തിയെടുക്കുകയാണ് പാറകൾക്കിടയിൽ നിന്നും. എന്നിട്ട് ഒന്ന് തൂത്ത് കുറച്ചിട്ട് അയാൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്. ഈ കല്ല് ഒരു ഉദാത്തമായിട്ടുള്ള എൻ്റെ കലാസൃഷ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഘോരം പ്രസംഗിക്കുകയാണ്. ആൾക്കാരൊന്ന് നോക്കും, പിന്നെ ഈ ആളുടെ കാട്ടായം കണ്ട് ചിരിക്കും. ഈ പരിപാടിക്ക് പോകാതെ ആ ശില്പി അയാൾക്ക് യഥാർത്ഥത്തിലുള്ള കഴിവും അറിവും ഉണ്ടെങ്കിൽ അയാൾ എഫർട്ട് എടുത്ത് ആ കല്ലിൽ നിന്നും മനോഹരമായ ഒരു ശില്പം കൊത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി എക്സ്പ്ലനേഷനൊന്നും വേണ്ട. അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്താൽ അവരത് ആസ്വദിക്കും. അയാൾ അപ്രീഷിയേറ്റ് ചെയ്യും. അയാളൊന്നും സംസാരിക്കേണ്ടതില്ല. അയാൾക്ക് വേണ്ടി അയാളുടെ സൃഷ്ടി സംസാരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ റോ ഐഡിയ എന്ന് പറയുന്നത് കല്ലാണ്. ആ കല്ലിൽ നിന്നും ശില്പം നമ്മൾ ഉണ്ടാക്കണം.